മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് 38 പോസ്റ്റുകളിലേക്ക് വിജ്ഞാപനം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 28 ഇതിനകത്ത് കോമൺ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 10 പോസ്റ്റുകളാണ് ആകെയുള്ളത്. 10 പോസ്റ്റുകളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുത്തേക്കുക. ഇപ്പോൾ വേക്കൻസി കുറഞ്ഞ പോസ്റ്റുകൾ നമ്മൾ ചിന്തിക്കും കൊടുക്കണോ വേണ്ടയോ. പക്ഷേ മക്കളെ ഞാനൊരു സത്യം പറയട്ടെ, ഈ വേക്കൻസി കുറഞ്ഞ പോസ്റ്റുകളിൽ ആരും അപ്ലൈ ചെയ്യത്തില്ല. കോമ്പറ്റീഷനൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേ സിലബസ് ആണ് വരുന്നത്. ഒറ്റ സിലബസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ഈ കാണുന്ന എക്സാംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഈ 10 പോസ്റ്റുകളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ഇതിനകത്തുള്ള 7 പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ 7th പാസ്സാണ്. ഏതൊക്കെയാണത്? 1 സാനിറ്റേഷൻ വർക്കർ, 2 ലിഫ്റ്റ് ബോയ്, 3 റൂം ബോയ്, 4 ലാമ്പ് ക്ലീനർ, 5 ആയ, അത് കഴിഞ്ഞ് 6ാമത് ഓഫീസ് അറ്റൻഡന്റ്, പിന്നെ അത് കഴിഞ്ഞ സ്വീപ്പർ. ഈ 7 പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ 7th പാസ്സാണ്. അത് കഴിഞ്ഞ ലാബ് അറ്റൻഡർ, പിന്നെ LDC. എവിടെയാണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലാബ് അറ്റൻഡർ LDC. ഈ 2 പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ 10th പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി +2 പാസ്സാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ള LD ക്ലർക്ക് പരീക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 10 പോസ്റ്റുകളിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എന്നൊരു പോസ്റ്റിൽ മാത്രമേ വനിതകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കി ഈ 9 പോസ്റ്റുകളും മെയിലിനും ഫീമെയിലിനും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം വെറുതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊന്നും നിങ്ങളുടെ എന്ത് ചെയ്യേണ്ട, പ്രിപ്പറേഷനിൽ ആദ്യം കൊണ്ടുവരേണ്ട. കാരണം ഇതിന് മുമ്പ് നടന്ന 7th പാസ് ക്വാളിഫിക്കേഷൻ പരീക്ഷയുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഇതിന് മുമ്പ് നടന്ന 7th പാസ് ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷയുടെ സിലബസ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? പാർട്ട് ടൈം സ്വീപ്പർ, പിയൂൺ, കഴകം. ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ എത്രയാണ്? 7th പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കണ്ടായിരുന്നു മക്കളെ, ഇതിന്റെ എല്ലാം തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ്? 7th പാസ് ആണ്. അപ്പൊ ഈ 7th പാസ് പോസ്റ്റുകളുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിയേ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണ്? അവിടെ GK വന്നിട്ട് 60 ക്വസ്റ്റ്യൻസ് 60 മാർക്കാണ്. GK 60 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്. അതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊന്നും തന്നെ ഇല്ല. അത് കഴിഞ്ഞ നെക്സ്റ്റ് രണ്ടാമത് മാത്സ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, മലയാളം 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, പിന്നെ സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അതായത് ക്ഷേത്രാചാരങ്ങൾ എത്ര മാർക്കിനുണ്ട്? 20 മാർക്കിനാണ് ക്ഷേത്രാചാരങ്ങൾ വരുന്നത്. ഇവിടെ മനസ്സിലാക്കുക, LDCയുടെ സിലബസും OAയുടെ സിലബസും, അതായത് 12ാം ക്ലാസ് പാസ്സുള്ള ആ ക്വാളിഫിക്കേഷൻ വേണ്ട LDCയുടെ സിലബസും ഈ 7th പാസിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ സെയിം സിലബസ് ആണ്. ഒരു വ്യത്യാസവും ഇല്ല. മറ്റതിനകത്ത് എന്തുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്. മറ്റതിനകത്ത് അതായത് LDCക്കകത്ത് ഇംഗ്ലീഷ് ഉണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് പോവാം. ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, എന്താണ് ഈ എക്സാമിന്റെ പ്രത്യേകത? ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇത് എല്ലാവരിലേക്കും എത്തണം, എല്ലാവരും മനസ്സിലാക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇനി അങ്ങോട്ട് ഈ വർഷം വരാൻ പോകുന്ന PSC നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവറേജ് LD, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ഇതിന്റെ എല്ലാം തന്നെ പിന്നെ ഫോഴ്സ് പരീക്ഷകൾ ഞാൻ മാറ്റി നിർത്തിയേക്കാണ്. കാര്യം എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ ബാക്കിയുള്ള പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ 2025 അവസാനം നോട്ടിഫിക്കേഷൻ വരുന്നു, 2026 അതിന്റെ എക്സാം നടക്കുന്നു, 2027 അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2030 വരെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നിങ്ങളൊരു PSC എക്സാമിന് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ സർവീസിൽ കയറുന്ന വർഷം 2028, 29, 30 ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഈ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ, അല്ലെങ്കിൽ റെയിൽവേ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈ വർഷം അവസാനം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സർവീസിലേക്ക് നമുക്ക് കയറാൻ പറ്റും. കാര്യം ഈ ദേവസ്വം ബോർഡിന്റെ ഒക്കെ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിലവിൽ തന്നെ എന്തുണ്ട്, അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. റാങ്ക് ലിസ്റ്റ് ഈ വർഷം അവസാനം റാങ്ക് ലിസ്റ്റ് വരും. സോ വരുമ്പോൾ തന്നെ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. സോ നമുക്ക് ആദ്യ റാങ്കിലാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ വർഷം അവസാനം തന്നെ നമുക്ക് സർവീസിലേക്ക് കയറാം. ഇതാണ് ഈ എക്സാമിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പോവാം. ഓക്കെ, ഇവിടെ താഴേക്ക് വരാം. മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്.
അത് കഴിഞ്ഞ് ഒരു തെറ്റുത്തരം വരികയാണെങ്കിൽ 0.3 മാർക്ക് അങ്ങ് പോയി കിട്ടും. ഇവിടെ 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാ സിലബസ് വരുന്നത്? 4 പാർട്ടായിട്ടാണ് വരുന്നത്. 1 പൊതുവിജ്ഞാനവും പിന്നെ ആനുകാലികവും GK ആണ് വരുന്നത്. 2 മാത്സ് മെന്റൽ എബിലിറ്റി. പാർട്ട് 3 ആണെങ്കിൽ ക്ഷേത്രകാര്യങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പാർട്ട് 4 വന്നിട്ട് പ്രാദേശിക ഭാഷ, അതായത് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ. ഇതാണ് പ്രാദേശിക ഭാഷയായിട്ട് വരുന്നത്. 10 മാർക്കാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ GKയിലേക്ക് പോവാം. 60 മാർക്കാണ് GK വരുന്നത്. അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളുണ്ട് നോക്കി. 1 കറണ്ട് അഫേഴ്സ് ആണ്. ഫസ്റ്റ് പാർട്ട് വരുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലത്തിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര, സാങ്കേതിക, കായിക, കല, വിനോദ, സാഹിത്യ മേഖലയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേക്ഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ, പ്രമുഖ ദേശീയ, അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, സാരഥികൾ. ഓക്കെ, ഇതാണ് കറണ്ട് അഫേഴ്സിനകത്ത് വരുന്ന ഫസ്റ്റ് മേഖല. രണ്ടാമതായിട്ട് സാമൂഹിക, സാമ്പത്തിക, വ്യാവസായിക, വിവരവിനിമയ മേഖലകളിൽ സ്വതന്ത്രാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാനപ്പെട്ട വ്യക്തികളും. നോർമലി PSCക്ക് വരുന്ന ഒരു സിലബസ് അല്ല ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിനു വേണ്ടി നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ, പറ്റത്തുള്ളൂ. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ്, ഒളിമ്പിക്സ് ഉൾപ്പെടെ മറ്റ് അന്തർദേശീയ, ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം, കൈവരിച്ച നേട്ടങ്ങൾ, അർജുന അവാർഡ് ജേതാക്കൾ, പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ. അടുത്ത നേരെ ജോഗ്രഫിയിലേക്കാണ് പോകുന്നത്. ജോഗ്രഫിക്കകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. 1 ട്രാൻസ്പോർട്ടേഷൻ, 2 ഫോറസ്റ്റ്, 3 റിവേഴ്സ്. ഇത്രയാണ് നമുക്ക് ജോഗ്രഫിക്ക് അത് നോക്കേണ്ടത്. അതായത് ട്രാൻസ്പോർട്ടേഷനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? റോഡ് വരുന്നുണ്ട്, റെയിൽ വരുന്നുണ്ട്, പിന്നെ ജലഗതാഗതം വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് വ്യോമയാനം വരുന്നുണ്ട്. ഇത്രയാണ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നോക്കേണ്ടത്. then അത് കഴിഞ്ഞ് അവയുടെ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും അവ വഹിക്കുന്ന പങ്ക് എന്തൊക്കെയാണ്? ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ഇന്ത്യൻ റെയിൽവേ, അന്താരാഷ്ട്ര തീവണ്ടികൾ, വിവിധ റെയിൽവേ സോണുകൾ, മെട്രോ റെയിലുകൾ, അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, ദേശീയ ജലപാതകൾ, കപ്പൽ നിർമ്മാണശാലകൾ. നെക്സ്റ്റ്, ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ, അവരുടെ രചനകൾ, കഥാപാത്രങ്ങൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, അവാർഡ് ജേതാക്കൾ, കലാസാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, സാരഥികൾ. അടുത്ത, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം, ലക്ഷ്യവും പ്രയോജനവും, ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ, അവയുടെ ഘടന, പിന്നെ അത് കഴിഞ്ഞ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. സിവിക്സിനകത്ത് വരുന്ന ടോപ്പിക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതിനുശേഷം വരുന്ന സംസ്ഥാന ഭരണവും ഭരണ സംവിധാനവും സിവിക്സ് ആണ്. മന്ത്രിസഭ, മന്ത്രിമാർ, വകുപ്പുകൾ, ചീഫ് സെക്രട്ടറി, വിവിധ സർക്കാർ വകുപ്പുകൾ, ബോർഡുകൾ, കമ്മീഷനുകൾ, അതോറിറ്റികൾ, അവയുടെ ഘടന, പ്രവർത്തന ലക്ഷ്യങ്ങൾ, ജില്ലാ ഭരണം, കളക്ടർമാർ, പ്രധാന ചുമതലകൾ, അധികാരങ്ങൾ. അതായത് ചുരുക്കി പറഞ്ഞ LDCയുടെ, ദേവസ്വം LDCയുടെ സെയിം സിലബസ് ആണ് GKക്കകത്ത് വരുന്നത്. then അത് കഴിഞ്ഞ് സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക മേഖലയിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടന, സാരഥികൾ, കൈവരിച്ച നേട്ടങ്ങൾ, സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഓക്കെ, സഹകരണമാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ ഇതിനു വേണ്ടി മാത്രമുള്ള ടോപ്പിക്കുകളാണ്. നോർമലി നമുക്കൊരു PSC എക്സാമിന് പഠിക്കും പോലെ ആ സിലബസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് പഠിക്കാൻ പറ്റത്തില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ, പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ, അവരുടെ സംഭാവനകൾ, എക്കോ ടൂറിസം. then ഇന്ത്യൻ ഭരണഘടന, അതിനകത്ത് ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, then ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദേശീയഗാനം, ദേശീയഗീതം, ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലേക്ക് പോകുമ്പോൾ UNO, അതിന്റെ പിറവിയും ലക്ഷ്യങ്ങളും, ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം, അടിസ്ഥാന തത്വങ്ങൾ, അംഗരാജ്യങ്ങൾ, ഔദ്യോഗിക ഭാഷകൾ, പ്രധാന ഘടകങ്ങൾ, അനുബന്ധ സംഘടനകൾ, പ്രവർത്തനം, ആസ്ഥാനങ്ങൾ, ഐക്യരാഷ്ട്രദിനം, ആഘോഷ ലക്ഷ്യങ്ങൾ, പിന്നെ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ, കോമൺവെൽത്ത്, അത് കഴിഞ്ഞടുത്ത ചേരിചേരാ പ്രസ്ഥാനം, സാർക്ക്, ആസിയാൻ, ബ്രിക്സ് തുടങ്ങിയ സംഘടനകൾ, അതിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്. then കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, അതിന്റെ ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, then ഇലക്ഷൻ പരിഷ്കാരങ്ങൾ, ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, സാമൂഹിക നന്മയും സുരക്ഷയും, then സാമൂഹിക ഭദ്രതയും, സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള പ്രധാനപ്പെട്ട സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, സാമൂഹിക സുരക്ഷയും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, സ്ഥാപനങ്ങൾ. അടുത്ത, ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ, അഴിമതി നിയന്ത്രണത്തിനകത്തുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ,
ലോക്പാൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ, ബ്യൂറോകൾ, അധികാരങ്ങളും പിന്നെ ഉത്തരവാദിത്വങ്ങളും. അടുത്ത ആഗോളതാപനം, ഓസോൺ പാളിയുടെ ശോഷണം, ജോഗ്രഫിക്കകത്തും പിന്നെ അത് കഴിഞ്ഞ് EVS എന്ന് വരുന്നതാണ്. അതിന്റെ കാരണങ്ങൾ, മുൻകരുതലുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ദെൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അടുത്ത കേരള ഫോറസ്റ്റിലേക്ക് വരികയാണ്. വനങ്ങളുടെ പ്രാധാന്യം, പ്രത്യക്ഷ പരോക്ഷ ഗണങ്ങൾ, വിവിധ തരം വനങ്ങൾ, ഉഷ്ണമേഖല വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, ജൈവവൈവിധ്യം സംരക്ഷണം, വിവിധ ജലസ്രോതസ്സുകൾ, സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ, വനസംരക്ഷണ നിയമങ്ങൾ, ചട്ടങ്ങൾ, വനം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. അടുത്ത റോഡ് സുരക്ഷ. റോഡ് സുരക്ഷയ്ക്ക് ഇതിനകത്ത് വന്നേക്കെയാണ്. ലൈഫിൽ ഇതൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാരണങ്ങളാണ് അല്ലെ, പ്രയോജനം ചെയ്യുന്ന സാധനങ്ങളാണ്. അല്ലാതെ നമ്മളൊക്കെ സ്കൂളിൽ നിന്നും പഠിച്ചിട്ടില്ല, പക്ഷേ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ്, ട്രാഫിക് നിയമ ലംഘനങ്ങൾ, ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരികൾ, ദെൻ റോഡ് സുരക്ഷാ ദിനാചരണവും പ്രാധാന്യവും പ്രസക്തിയും. അടുത്ത കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, കേരളീയ കലാ പാരമ്പര്യം, നാടൻ കലകൾ, നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, പ്രമുഖ കലാകാരന്മാർ, വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, പിന്നെ സ്മാരകങ്ങൾ. അടുത്ത കേരളത്തിന്റെ ഭൂമിശാസ്ത്രം വരുന്നു. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, കേരളത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, കായലുകൾ, മണ്ണിനങ്ങൾ, സസ്യജന്തുജാലങ്ങൾ, ഗതാഗതം, വാർത്താവിനിമയം, വ്യവസായം. അടുത്ത പ്രകൃതി ദുരന്തങ്ങൾ, പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന വിവരങ്ങൾ, ആധുനിക കേരളം, യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖല, പുരോഗതിയും പിന്നെ നേട്ടങ്ങളും, സാമൂഹിക പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, ഐക്യ കേരളം, സംസ്ഥാന രൂപീകരണം, പിന്നെ കറണ്ട് അഫയേഴ്സ്. ഇത്രയാണ് GK പോർഷനകത്ത് വരുന്ന 60 മാർക്കിനുള്ള ടോപ്പിക്കുകൾ വരുന്നത്. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. PSCയുമായിട്ടൊക്കെ എന്താ പറയാ, ഒരു 30% മാത്രമേ സാമ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പുതുതായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. നെക്സ്റ്റ് മാത്സിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ മാക്സും റീസണിങ്ങും ഏതൊക്കെ ടോപ്പിക്കുകൾ ഉള്ളത്, ഒരുപാടൊന്നും പഠിക്കേണ്ട. 1 അംശബന്ധവും അനുപാതവും, 2 അളവുകളും അംശബന്ധം, 3 അളവുകളുടെ അംശബന്ധം, നേരനുപാതം, വിപരീത അനുപാതം, ശതമാനം, ശരാശരി, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഉപയോഗിച്ചുള്ള ക്രിയകൾ, ജാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും, വൃത്തം, ത്രികോണം, ചതുരം, സമയവും ദൂരവും, പിന്നെ അടിസ്ഥാന ആശയങ്ങൾ, ദിശാബോധം, അനുക്രമങ്ങൾ, സംഖ്യാനുക്രമങ്ങൾ, അക്ഷര അനുക്രമങ്ങൾ, സാധ്യതകളുടെ ഗണിതം. പിന്നെ അത് കഴിഞ്ഞ് നേരെ മലയാളത്തിലേക്ക് വരികയാണ്. വാക്യത്തിന്റെ അന്വയം, പൊരുത്തം, വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള ശേഷി, ലിംഗം, പുരുഷൻ, വിഭക്തി, കാരകം, വചനം, നാമപദങ്ങളുടെ സ്വരൂപം, നാമത്തോട് ചേരുന്ന പ്രത്യയങ്ങൾ, അവ മൂലമുണ്ടാകുന്ന അർത്ഥഭേദം എന്നിവ സംബന്ധിച്ച ധാരണ, കാലം, പ്രകാരം, അനുപ്രയോഗം, ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ, ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ, വാക്യത്തിന്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ, വിശേഷണം, വിശേഷണ പദങ്ങൾ, അവയുടെ ധർമ്മം, പ്രയോഗം തുടങ്ങിയവയിലുള്ള ധാരണ. അടുത്ത് നേരെ പിന്നെ അത് കഴിഞ്ഞ പദ നിഷ്പാദനം, അത് കഴിഞ്ഞ ശൈലി. ഇത്രയാണ് മലയാളത്തിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇട്ടേക്കാം. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത നേരെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. 20 മാർക്കാണ് വരുന്നത്. മക്കളെ ഇവിടെ നോക്കുക, LDCയുടെ സിലബസും 7th പാസിന്റെ സിലബസ് എന്താണ്, എൻറ്റയർലി സെയിം ആണ്. ഒരു വാക്ക് പോലും, ഒരു അക്ഷരം പോലും വ്യത്യാസമില്ല. സെയിം സാധനം. LDക്കകത്ത് ഇംഗ്ലീഷ് ഉണ്ട്, ഇവിടെ ഇംഗ്ലീഷ് ഇല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിന് പകരം ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 20 മാർക്കായിട്ട് ആഡ് ചെയ്തേക്കാണ്. അത്രയും മാത്രമേ ഒരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ക്ഷേത്ര സ്പെഷ്യൽ ടോപ്പിക് ഏതൊക്കെ വരുന്നത്, ക്ഷേത്രത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്രോത്സവങ്ങൾ, ആഘോഷങ്ങൾ, അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും, കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ, പ്രത്യേകതകൾ, സവിശേഷത, അത് കഴിഞ്ഞ് നിത്യാനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രകലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, അനുഷ്ഠാന കലകൾ, അനുഷ്ഠാന വാദ്യകലകൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, മറ്റ് പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ, അവയുടെ സൃഷ്ടാക്കൾ, കഥാപാത്രങ്ങൾ, ഹൈന്ദവാചാര്യന്മാർ, തത്വചിന്തകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ഭക്തിപ്രസ്ഥാനം, ആവിർഭാവം, ഭക്തിപ്രസ്ഥാന നായകർ, അവരുടെ ആധ്യാത്മിക രചനകൾ, വിവിധ ദേവസ്വം ബോർഡുകൾ, ആവിർഭാവം, നിലവിലെ ശ്രേണി ക്രമീകരണവും ക്ഷേത്രഭരണവും, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, ആവിർഭാവം, കടമകളും ഉത്തരവാദിത്തങ്ങളും, പിന്നെ ഭരണ ശ്രേണി ക്രമീകരണങ്ങളും. ഇത്രയുമാണ് നമ്മുടെ സിലബസിനകത്ത് വരുന്നത്. ഓക്കെ അല്ലേ?
അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സിലബസ് നമ്മൾ നോക്കി, ഏതൊക്കെ പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. നമ്മൾ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രിപ്പറേഷൻ ആണ്, ഒരു അടിപൊളി പ്രിപ്പറേഷൻ ആണ്. നമ്മളൊരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDക്ക് വേണ്ടിയിട്ടും, പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് OAക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7th പാസ് ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകൾക്ക് LDക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഫോമിൽ ഏറ്റവും നല്ല ക്ലാസ്സസ് കിട്ടും, ഏറ്റവും നല്ല നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ അടിപൊളി ക്ലാസ് ആയിരിക്കും. അങ്ങനെ എല്ലാമായിട്ട് നമ്മുടെ 2 ബാച്ചസ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക, എന്നിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വർഷം അവസാനം നമുക്ക് സർവീസിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. ബാച്ചിൽ ജോയിൻ ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി 8281223366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും അവർ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.